പണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് മാനേജ് ചെയ്യുന്നതും. സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ വരുത്തുന്ന ചില ചെറിയ തെറ്റുകൾ പോലും അല്ലെങ്കിൽ ചെറിയ അശ്രദ്ധ പോലും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നമ്മുടെ പോക്കറ്റ് കാലിയാക്കും. അതല്ലെങ്കിൽ ഒരിക്കലും പുറത്തു കിടക്കാൻ കഴിയാത്തത്രയും വലിയൊരു കടബാധ്യതയിലേക്ക് തന്നെ നിങ്ങളിത് കൊണ്ടെത്തിച്ചേക്കാം. ഇത്തരത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ ഒരിക്കലും ചെയ്തുകൂടാത്ത ചില മിസ്റ്റേക്കുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമതായി, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ലോൺ എടുക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റിനായി ലോൺ എടുക്കുന്നത് ഒരിക്കലും ഒരു നല്ല ആശയമല്ല. പ്രത്യേകിച്ചും ഗ്യാരണ്ടി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളിലേക്കാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ നിക്ഷേപം മുഴുവനായി നഷ്ടപ്പെടാം. പിന്നീട് ഈ കടം ഒരിക്കലും വീട്ടാൻ കഴിയാതെ നിങ്ങളത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് തന്നെ തള്ളിയിട്ടേക്കാം. രണ്ടാമതായിട്ട്, ഒരു ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്തത്. ക്രെഡിറ്റ് കാർഡ് ബില്ലിൽ മിനിമം ഡ്യൂ മാത്രം അടയ്ക്കുന്നത് ഒരു ട്രാപ്പ് ആണെന്ന് എപ്പോഴും ഓർക്കുക. ഇത് നിങ്ങൾ അടയ്ക്കാൻ ബാക്കിയുള്ള തുകയ്ക്ക് ഉയർന്ന പലിശ ഈടാക്കാൻ കാരണമാകും. അതിനാൽ വലിയ പലിശയും ഫൈനും ഒഴിവാക്കാൻ എല്ലായ്പ്പോഴും ബില്ലിംഗ് തീയതിക്ക് മുൻപ് ഫുൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായി, ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിൽ മറ്റുള്ള ആളുകളെ ആശ്രയിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ എപ്പോഴും സുഹൃത്തിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആശ്രയിക്കുന്ന ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഈ ശീലം ഉടനെ മാറ്റേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ പണത്തെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ മറ്റാർക്കും കാണില്ല. അതുകൊണ്ട് ഫിനാൻസ് മേഖലയിലെ ബേസിക്കായ കാര്യങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെയും പണത്തിന്റെയും നിയന്ത്രണം നിങ്ങൾ തന്നെ എപ്പോഴും ഏറ്റെടുക്കുക. നാലാമതായി, കടം വാങ്ങി ആഡംബര വസ്തുക്കൾ വാങ്ങുക. ഒരു കാറ് വാങ്ങുക എന്നത് ആഡംബര ചെലവ് തന്നെയാണ്. എന്നാൽ ലോൺ എടുത്ത് കാറ് വാങ്ങുന്നതാവട്ടെ മണ്ടത്തരമാണ്. മാത്രമല്ല, ഒരിക്കലും ആഡംബരത്തിനായിട്ട് കടം എടുക്കാതിരിക്കുക. അഞ്ചാമതായി, എല്ലാ ഇടപാടുകൾക്കും UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ ഭയന്ന് പണമിടപാടുകളെല്ലാം ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI ഉപയോഗിച്ച് ചെയ്യുന്നത് ഒരു നല്ല തീരുമാനമല്ല. ഇതിലൂടെ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് ലഭ്യമായ ധാരാളം ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. മാത്രമല്ല, ക്രെഡിറ്റ് കാർഡിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പണവും അവിടെ ബാക്കിയാവുന്നു. ആറാമതായി, ഇൻഷുറൻസ് എടുക്കാത്തത്. ഒരു മെഡിക്ലെയിം അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് പണം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മൾ ആരും സൂപ്പർ ഹീറോകളല്ല. ഭാവിയിൽ എന്തും എപ്പോഴും സംഭവിച്ചേക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വലിയ വലിയ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടും. ഏഴാമതായി, ചില പ്രത്യേക നിക്ഷേപ മാർഗങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. മിക്ക ആളുകളും ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ മിസ്റ്റേക്കാണ് നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നില്ല എന്നത്. ആളുകൾ അവരുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ബാങ്ക് എഫ്ഡികൾ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങി ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻവെസ്റ്റ്മെന്റിൽ മാത്രം നിക്ഷേപിക്കുന്നു. ഇത് ഒരേ സമയം നിങ്ങളുടെ നിക്ഷേപത്തിന് അപകടവും നഷ്ടവുമാണ്. ഗ്യാരണ്ടീഡ് റിട്ടേൺസ്, ഹൈ റിട്ടേൺസ്, കൺസിസ്റ്റന്റ് റിട്ടേൺസ് ഇവയെല്ലാം ഒരു നിക്ഷേപത്തിലൂടെ മാത്രം ലഭിക്കില്ല. അതിനാൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ നല്ല വരുമാനം നേടാൻ എല്ലാ തരത്തിലുള്ള നിക്ഷേപങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുക. എട്ടാമതായി, നിക്ഷേപങ്ങളിൽ നോമിനി ഇല്ലാത്തത്. മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം ജീവിതം പ്രവചനാതീതമാണ്. എന്തും എപ്പോഴും സംഭവിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം പണിയെടുത്ത് നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യം കുടുംബത്തിന് ഉപകാരപ്പെടാതെ പോകാതിരിക്കാൻ ഇന്ന് തന്നെ പോയി നിങ്ങളുടെ എല്ലാ ആസ്തികളിലും നോമിനികളെ വെക്കും. അടുത്തതായി, ഇൻഷുറൻസിനെ നിക്ഷേപമായി കാണുന്നത്. ഇൻഷുറൻസ് ഒരിക്കലും ഒരു നിക്ഷേപമല്ല, അതൊരു പരിരക്ഷയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ചെറിയ കുട്ടികളുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് പോലുള്ളവ എടുക്കാതിരിക്കുക. വീട്ടിലെ ചെലവുകൾ വഹിക്കുന്നവരുടെ പേരിലാണ് ലൈഫ് ഇൻഷുറൻസ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായി വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ ഫിനാൻഷ്യൽ മിസ്റ്റേക്കുകൾ. ഇവയിൽ ഏതൊക്കെ പിഴവുകളാണ് നിങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്ന് കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യൂ. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ.